ഹലോ ഫ്രണ്ട്സ്, നല്ല രുചിയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് എഗ് പെപ്പർ റോസ്റ്റ് ആണ്. അപ്പോൾ ഇത് നമുക്ക് എല്ലാത്തിൻ്റെയും കൂടെ കഴിക്കാൻ പറ്റിയ ഒരു ഡിഷാണ്. അപ്പോൾ നമ്മൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണാൻ ശ്രമിക്കുക. നമ്മൾ വീഡിയോ ലൈക്ക് ചെയ്തിട്ട് ഫുള്ളായിട്ടൊന്ന് കാണാൻ ശ്രമിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായം കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ നമ്മളൊരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കാം. രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഇതിലേക്ക് നമ്മൾ 2 വലിയ സവാള പൊടിയായിട്ട് അരിഞ്ഞതാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. ഈ ഉള്ളി നന്നായിട്ടൊന്ന് മൂത്ത് വരണം. നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. കറിവേപ്പില നമ്മൾ ഒരു 2 കറിവേപ്പിലയും കൂടി ഇടുവാണ്. അപ്പോൾ നമുക്ക് കുറച്ച് സാധനങ്ങളൊന്ന് വറുത്തെടുക്കേണ്ട കാര്യമുണ്ട്. അപ്പോൾ ഞാനിവിടെ 1.5 ടേബിൾ സ്പൂൺ കുരുമുളകാണ് എടുത്തേക്കുന്നത്. ഇത്രയും പട്ട എടുത്തിട്ടുണ്ട്. 3 ഏലയ്ക്ക, 1 ടേബിൾ സ്പൂൺ പെരിഞ്ജീരകമാണ് എടുത്തേക്കുന്നത്. ഇതിൻ്റെ കൂടെ നമുക്ക് ജീരകം കൂടെയാണെങ്കിൽ നമുക്ക് 1/4 ടീസ്പൂൺ ജീരകം കൂടെ ചേർക്കണം. എൻ്റെ കയ്യിൽ പൊടി ഉണ്ടായിട്ട് ഞാൻ ഇത് ചേർക്കുന്നില്ല. അപ്പോൾ നമുക്കിതൊന്ന് വറുത്തെടുക്കാം. അതിലേക്ക് ഞാൻ 1 പിടി കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുവാണ്. അപ്പോൾ തീ കുറച്ച് വെച്ച് വറുത്തെടുക്കാം. അപ്പോൾ അതായത് മൂത്ത് വന്നിട്ടുണ്ട്. നമുക്കിനി തണുത്തതിന് ശേഷം പൊടിച്ചെടുക്കാം. അപ്പോൾ നമ്മളെ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കണ്ടെങ്കിൽ മാത്രമേ എഗ് പെപ്പർ റോസ്റ്റ് ഉണ്ടാക്കുന്നത് മനസ്സിലാവത്തുള്ളൂ. അപ്പം എല്ലാവരും ദയവായി സ്കിപ്പ് ചെയ്യാതെ ഈ വീഡിയോ ഒന്ന് കാണുക. എല്ലാവരും ലൈക്ക് ചെയ്യുക. അപ്പം ഞാൻ 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് എടുത്തേക്കുന്നത്. അത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. 1/4 ടീസ്പൂൺ ജീരകപ്പൊടിയാണ് എടുത്തേക്കുന്നത്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. നന്നായിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. കാശ്മീരി എരിവില്ലാത്ത മുളക് പൊടിയാണ് ഞാനിവിടെ എടുത്തേക്കുന്നത്. അപ്പോൾ നമ്മൾ കുരുമുളകിൻ്റെയാണത് തോനെ എരിവ് കിട്ടേണ്ടത്. ഇത് ഞാൻ കളറിന് വേണ്ടിയാണ് ഞാൻ ഈ മുളക് പൊടി ചേർത്തേക്കുന്നത്. ഈ മുളക് പൊടിയുടെയൊക്കെ പച്ചച്ചവ മാറി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് 2 പഴുത്ത തക്കാളി പൊടിയായിട്ട് അരിഞ്ഞതാണ് ചേർത്ത് കൊടുക്കുന്നത്. തക്കാളി നന്നായിട്ട് പൊടിയായിട്ട് അരിയാൻ എടുക്കണം. തക്കാളി എല്ലാം ഇതിൽ നന്നായിട്ടൊന്ന് മൂത്ത് വരണം. അപ്പം നമ്മൾ നന്നായിട്ട് എത്രത്തോളം ചെറുതായിട്ട് അരിഞ്ഞെടുക്കാവോ അതേണക്ക് അരിഞ്ഞെടുക്കുക. നമ്മൾ ഇതുവരെ ഇതിനകത്ത് ഉപ്പിട്ടിട്ടില്ലായിരുന്നു. നമുക്കിതിനകത്തെ ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ട് കൊടുക്കാം.
അപ്പോൾ നമ്മളിതിൽ വറുത്ത് പൊടിച്ച് വെച്ച കുരുമുളകും മസാലയും പട്ടയെല്ലാം കൂടെ പൊടിച്ചത് നമുക്കിതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ കാശ്മീരി മുളക് പൊടിക്ക് പകരം പിരിയൻ മുളക് എടുത്താലും മതി. എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ മുളക് പൊടി ഇവിടെ എടുത്തേക്കുന്നത്. ഇപ്പം തന്നെ നല്ലൊരു മണമാണ് വരുന്നത്. നമ്മൾ ഈ വറുത്ത് പൊടിച്ച മസാലയ്ക്ക് ഒരു പ്രത്യേക മണമുണ്ട്. അപ്പോൾ നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഉള്ളിയും തക്കാളിയും മസാലകളെല്ലാം ഒന്ന് നന്നായിട്ടൊന്ന് തിളച്ച് വരണം. ഉപ്പ് കുറവാണെങ്കിൽ നമുക്കിപ്പോൾ ഉപ്പിട്ട് കൊടുക്കാം. അപ്പോൾ വെള്ളമെല്ലാം എനിക്ക് ഇത് മതി. അപ്പോൾ ഇതിലേക്ക് ഇപ്പോൾ വേണമെങ്കിൽ നമുക്ക് ഇതിനകത്തേക്ക് ഒരു പിടി മല്ലിച്ചീര അതിനകത്തേക്ക് ആഡ് ചെയ്യാം. അപ്പോൾ എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇട്ട് ചേർക്കുന്നില്ല. അപ്പോൾ ഗ്രേവി നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. അപ്പോൾ നമ്മൾ ഗ്രേവി എല്ലാം നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് മുട്ട ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 4 മുട്ടയാണ് എടുത്തേക്കുന്നത്. നമുക്കിതിലേക്ക് മുറിച്ചിങ്ങനെ വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് ഈ മുട്ടയും കൂടെ കിടന്ന് ഇതിൽ ചെറുതായിട്ടൊന്നും കൂടെ വറ്റി വരാറുണ്ട്. അപ്പോൾ നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ട് നമ്മളെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് ഫുള്ളായിട്ടൊന്ന് കാണാൻ ശ്രമിക്കുക. അപ്പോൾ നമ്മളെ വീഡിയോ കാണുന്ന എല്ലാവരും നമ്മളെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായം കമൻറ്റ് ചെയ്യുക. അപ്പോൾ എല്ലാവരും മസ്റ്റാർഡ് കറിയൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ രുചികരമായിട്ട് നമുക്ക് ചോറിൻ്റെ കൂടെ ആയാലും അപ്പത്തിൻ്റെ കൂടെയും ചോറിൻ്റെ കൂടെയും പൊറോട്ടയുടെ കൂടെയൊക്കെ നമുക്ക് എടുക്കാൻ പറ്റുന്നൊരു കറിയാണ്. എല്ലാവരും മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമുക്കിനി ഇതിലേക്ക് ഒരു തണ്ട് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം. ഇത് കുറച്ചും കൂടെ ഒന്ന് വറ്റി വരണം. അപ്പോൾ നമ്മളെ ഈ വീഡിയോ ഇഷ്ടമായ നിങ്ങളെല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമ്മളൊരു 5 മിനിറ്റ് വേണ്ട, അതിന് മുമ്പേ നമുക്കിതൊന്ന് കുറുകി കിട്ടും. അപ്പോൾ നമ്മൾ എഗ് പെപ്പർ റോസ്റ്റ് റെഡിയാവും. അപ്പോൾ നമുക്ക് ഇതിനകത്തൊക്കെ 2 പച്ചമുളക് കൂടി ഇട്ട് കൊടുക്കാം. എരിവ് അത്യാവശ്യം ഉണ്ട് എങ്കിലും പച്ചമുളകത്തിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടി ഇട്ടതാണ്. അപ്പോൾ നമ്മുടെ എഗ് പെപ്പർ റോസ്റ്റ് ഇവിടെ റെഡിയായി കഴിഞ്ഞു. എല്ലാവരും മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായം കമൻറ്റ് ചെയ്യുക. എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മളെ ചാനൽ ലൈക്ക് ചെയ്യുക. അപ്പോൾ മാക്സിമം എല്ലാവർക്കും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.